ബാഗ് 1 കണ്ടെയ്ൻസ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഇവിടെ ഈ ചോദ്യത്തിൽ ഇത് ബേസ് തിയറം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദ്യം എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ചോദ്യം എന്താണ്? ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി. ഫൈൻഡ് ദ പ്രോബബിലിറ്റി. അപ്പോൾ ചോദ്യം എന്താണ്? അതിനകത്ത് ചോദ്യം ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ബാഗ് 2. അപ്പം ബാഗ് 2 ആവാനുള്ള സാധ്യത. അപ്പം നമ്മൾ ബാഗ് 2 ആവാനുള്ള സാധ്യതയെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് E2 എന്നുള്ള ഒരു ഈ ഈവൻറ്റിനെ നമ്മൾ എന്നാണ് പറയുന്നത്. ആ ഈവൻറ്റ് രണ്ടാമത്തേന്നാവാൻ പ്രോബബിലിറ്റി ഓഫ് E2 രണ്ടാമത്തെ ബാഗ് എന്നാവാനുള്ള സാധ്യത. എന്താണ് കണ്ടീഷൻ? റെഡ് ആയിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്ന് കൊടുത്തു. E2 ബാർ E. അതായത് ഇവിടെ നമ്മൾ ഇതിനകത്ത് ഓരോ പ്രോബബിലിറ്റികൾ ഇതിനകത്ത് ആദ്യം നമ്മൾ കൊടുക്കണം. അതായത് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ബാഗ് 2. ക്വസ്റ്റ്യൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഓക്കെ. ബാഗ് 1 എന്തുണ്ട്? നമുക്ക് ആദ്യം ബാഗ് 1 ഇവിടെ വരച്ചു വെക്കാം. ബാഗ് 1 എന്തുണ്ട്? 3 റെഡും 4 ബ്ലാക്കും. 3 റെഡും 4 ബ്ലാക്കും. ബാഗ് 2 5 റെഡും 6 ബ്ലാക്കും. ബാഗ് 2 എന്തുണ്ട്? 5 റെഡും 6 ബ്ലാക്കും. ഇനി നമ്മളോട് ചോദ്യം എന്താണ്? ബാഗ് 2 ആവാനുള്ള, ഇപ്പോൾ ബാഗ് 1 ആവാനുള്ള സാധ്യത നമ്മൾ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞു. അതല്ല, ഇനി ബാഗ് 2 ആവാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് E2. അപ്പോൾ നമ്മളോട് ചോദിച്ചത് E2 ആണ്. ഇനി അതിന്ന് മറ്റ് പ്രോബബിലിറ്റി എന്താണ്? അതിനകത്ത് മറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പം ബാഗ് 1 റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് E1. നമ്മളതിന് സിമ്പിൾ അങ്ങനെയാണ് കൊടുത്തത്. E2 എന്ന് പറഞ്ഞാൽ ബാഗ് 2 പ്രോബബിലിറ്റി 2 റെഡ് കിട്ടാനുള്ള സാധ്യത. ഇനി പ്രോബബിലിറ്റി ഓഫ് E എന്താണ്? നമുക്ക് എടുത്തത് റെഡാണ്. എടുത്തത് എന്താണ്? റെഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എടുത്തത് റെഡാണ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത് റെഡാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നമ്മുടെ പ്രോബബിലിറ്റി E എന്നുള്ള ഈവൻറ്റിനെ നമ്മൾ എടുത്തത്. അപ്പം അതിനകത്തെ നിങ്ങൾ ഈവൻറ്റുകൾ കൊടുത്താൽ മതി. E1, E2, അതുപോലെ തന്നെ E എന്ന് പറഞ്ഞിട്ടുള്ള ഈവൻറ്റ്. മനസ്സിലായില്ല? അപ്പം 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് അത് ബാഗ് 1 ആവാമല്ലോ വേണമെങ്കിൽ. അപ്പം ബാഗ് 1 ആവാനുള്ള സാധ്യത E1. അപ്പോൾ അത് വേണ്ട, നമുക്ക് ബാഗ് 2 ആവാനുള്ള സാധ്യത മതി. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഈസ് ഫ്രം ബാഗ് 2. അല്ലെങ്കിൽ ബോൾ ഈസ് ഫ്രം ബാഗ് 2. അപ്പോൾ ബാഗ് 2 ആവാനുള്ള 2 എടുത്തത്. ബോൾ ഈസ് ഫ്രം ബാഗ് 2. ആ സംഭവമാണ് E2. എന്താണ്? എടുത്തത് റെഡ് ബോളാണ്. എടുത്തത് എന്താണ്? റെഡ് ബോളാണ്. അപ്പോൾ അതിൻ്റെ സാധ്യത. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? അത് റെഡ് ബോൾ ആണ്, പക്ഷേ അത് E2 ആവാനുള്ള സാധ്യത. അപ്പം പ്രോബബിലിറ്റി ഇങ്ങനെയാണ് വരിക. അത് ബാഗ് 2 അതെന്താണ്? റെഡ് ബോളുമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ ആൻഡ് ഇറ്റ് ഫ്രം ബാഗ് 2. ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അടിയിലുള്ളത് റെഡ് ബോൾ ആയിട്ടുണ്ട്. അതിനി ബാഗ് 2 ആവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് അതിൻ്റെ കാണാനുള്ള സംഭവം ഇതാണ് വരിക. പ്രോബബിലിറ്റി ഓഫ് ബോൾ ഈസ് ഫ്രം ബാഗ് 2. E2 എന്താണ്? ബോൾ ഈസ് ഫ്രം ബാഗ് 2. ബോള് രണ്ടാമത്തെ ബാഗിൽ നിന്ന് ആകാനുള്ള സാധ്യത. ഗിവൺ ദാറ്റ് അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ബോൾ ഈസ് റെഡാണ്. എന്ന് പറഞ്ഞാൽ ബോൾ ഈസ് റെഡാണ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്തപ്പോൾ റെഡാണ്. അത് നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ മുകളിൽ അത് നടന്നു കഴിഞ്ഞ ഈവൻറ്റ്. ഇനി അത് ബാഗ് 2 ആവാനുള്ള സാധ്യത. മറ്റേത് റെഡാണെന്ന് ഉറപ്പാണ്. അത് നടന്നു കഴിഞ്ഞ ഈവൻറ്റ്. ചോദ്യം 2 ആവാനുള്ള E2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. P ഓഫ് E2 ബാർ E. അപ്പോൾ ഇക്വേഷൻ എഴുതിയ രീതി മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഈ ബോളുകൾ എടുക്കുന്ന ക്വസ്റ്റ്യന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് നിന്ന് 2 ബാഗുകളുണ്ട്. ബാഗ് 1ഉം ബാഗ് 2. ബാഗ് 1, ബാഗ് 2. ബാഗ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 3 റെഡ് 4 ബ്ലാക്ക്. 3 റെഡ് 4 ബ്ലാക്ക്. ബാഗ് 2 5 റെഡ് 6 ബ്ലാക്ക്. 5 റെഡ് 6 ബ്ലാക്ക്. അപ്പം എടുത്തത് എന്താണ്? റെഡാണ്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. ഈ ബോൾ ഈസ് റെഡ്. ബോൾ ടേക്കൺ ഈസ് റെഡ്.
അത് എടുത്തു കഴിഞ്ഞു. ബോൾ ടേക്കൺ ഈസ് റെഡ്. അതിന് നമ്മൾ ആ ഈവൻറ്റിന് ഇ എന്ന് കൊടുത്തു. അപ്പോൾ ഓക്കെ ആണോ? ബോൾ ഈസ് ടേക്കൺ ഈസ് റെഡ് എന്നുള്ള സംഭവം ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ബോൾ നമ്മൾ എടുത്തു, അതെന്താണ്? റെഡാണ്. അത് നമുക്ക് ഓൾറെഡി അതിനകത്ത് അവർ തന്ന ഈവൻ്റാണ്, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മളോട് ചോദിച്ചത് വേണമെങ്കിൽ അത് എന്താവാം, ബാഗ് 1 എന്നായിക്കൂടെ? അപ്പോൾ E1 എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഗ് 1 എന്നാവാനുള്ള സാധ്യത. E1 എന്ന് പറഞ്ഞാൽ ബോൾ ഈസ് ഫ്രം ബാഗ് 1. ബോൾ ഈസ് ഫ്രം ബാഗ് 1. ബോൾ 1 ആവാനുള്ള സാധ്യത ആയി എന്ന് വിചാരിച്ചോളൂ, അത് E1 ആണ്. ഇനി E2 ബോള് 2 ആയി എന്നുണ്ടെങ്കിൽ അതിനുള്ളതിന് നമ്മൾ ബോൾ ഈസ് ഫ്രം ബാഗ് 2. ആ ഈവൻറ്റിനെ നമ്മൾ എന്താ പറയുക? രണ്ടാമത്തെ E2 എന്നാണ് പറയുക. അപ്പോൾ ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? രണ്ടാമത്തേന്ന് ആവാനുള്ള സാധ്യതയല്ലേ, അതായത് E2ൻ്റെ പ്രോബബിലിറ്റി അല്ലേ ചോദിച്ചത്? പ്രോബബിലിറ്റി ഓഫ് E2 അല്ലേ ചോദിച്ചത്? ഗിവൺ എന്താണ്? ഈ നടന്നു കഴിഞ്ഞതല്ലേ, റെഡ് ആണെങ്കിൽ അത് ബോൾ അത് രണ്ടാമത്തെ ബാഗിൽ നിന്ന് ആവാനുള്ള സാധ്യത. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് E2 ബാർ അതിനകത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഗതി അതിനകത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? പറയൂ. ഇനിയാണ് നമുക്ക് എന്താ അപ്ലൈ ചെയ്യാനുള്ളത്? ബേസ് തിയറം ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം? ബേസ് തിയറത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളതിനകത്ത്, പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് സോ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം, അതിന് എന്ത് പ്രോബബിലിറ്റിയാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം. അപ്പം ഫസ്റ്റ് ഒരു സാധനം ഓൾറെഡി ഒരു നടന്ന സംഭവം അവർ തന്നിട്ടുണ്ടാവും. അത് ബാഗ് 1 വേണം. നമുക്ക് ബാഗ് 1 സെലക്ട് ചെയ്യാം, ബാഗ് 2 സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞല്ലോ എല്ലാവരും. ഇനി അതിൻ്റെ ഇതിങ്ങനെ എഴുതിയാൽ മതി. അപ്പം നമ്മൾ ഇതിനകത്ത് എഴുതുക, 3 ഇങ്ങനെ ചിത്രം വരച്ച് വെക്കുക. ബാഗ് 1 ഇത് ഇനി എഴുതുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇത് ബാഗ് 2. ഇവിടെ എത്രയായിരുന്നു ബോള്? 3 റെഡ് 4 ബ്ലാക്ക്. 3 റെഡ് 4 ബ്ലാക്ക്. ഇനി ഇവിടെയോ 5 റെഡ് 6 ബ്ലാക്ക്. 5 റെഡ് 6 ബ്ലാക്ക്. ഇനി നമ്മൾ പറയുകയാണ് ബാഗ് ഏതെങ്കിലും ഒരു ബാഗ് സെലക്ട് ചെയ്യണ്ടേ? അപ്പോൾ E1 ബാഗ് 1 ഈസ് സെലക്റ്റഡ്. ബാഗ് 1 ഈസ് സെലക്റ്റഡ്. എന്നിട്ട് അതിൽ നിന്നാണ് റെഡ് ബോൾ കിട്ടുന്നത്. അങ്ങനെ അപ്പോൾ ബാഗ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് E1 എന്ന് പറയുന്നത്. E2 എന്ന് പറഞ്ഞാൽ ബാഗ് 2 സെലക്ട് ചെയ്തു. ബാഗ് 2 ഈസ് സെലക്റ്റഡ്. അതിനുള്ള സാധ്യത. അപ്പം ബാഗ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത, അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫാണ്. 2 ബാഗേ ഉള്ളൂ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബാഗ് എടുക്കാൻ എന്താ 2-1 സാധ്യത. ആകെ 2 ബാഗ് അതിലൊന്ന് എടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ബാഗ് 2 എടുക്കാനുള്ള സാധ്യതയോ? അതും ആകെ 2 ബാഗേ ഉള്ളൂ, അതിൽ നിന്ന് 1 എടുക്കുക. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. ബാഗ് 1 ഈസ് സെലക്റ്റഡ്, അതിൻ്റെ സാധ്യത 1/2. ബാഗ് 2 സെലക്റ്റഡ്, അതിൻ്റെ സാധ്യത 1/2. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കും. കുറേ പേര് ഒന്നും അടിക്കുന്നില്ലല്ലോ, ഞാൻ പുറത്താക്കും. ഇതിനകത്ത് ജോയിൻ ആകാത്തവരുണ്ട് അതിനകത്ത്. എനിവേ ഇതിനകത്ത് ഓക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്താണ്? ഇനി നമ്മൾ R എന്ന് പറയുന്ന ഈവൻ്റ് എന്താണ്? ദ സെലക്റ്റഡ് ബോൾ ഈസ് റെഡ്. ദ സെലക്റ്റഡ് ബോൾ ഈസ് റെഡ്, അതാണ് അതിൻ്റെ ആ ഈവൻ്റ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ബാഗ് 2 എന്നുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് E2 ആണ് കാണേണ്ടത്. എന്താണ്? റെഡാണ്. അത് E2 എന്നാവാനുള്ള സാധ്യത. റെഡാണ്, അത് നമുക്കറിയാം, ഗിവൺ. അത് E2 എന്നാവാനുള്ള സാധ്യത. അതായത് ഇതിൻ്റെ നേരെ എഴുതി വെക്കുക, പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 2. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 2. റെഡ് ഫ്രം ബാഗ് 2. അപ്പോൾ റെഡ് ആവാനുള്ള സാധ്യത ഫ്രം ബാഗ് 2 ആവാനുള്ള സാധ്യത ഓൾറെഡി റെഡാണ്, അത് നമുക്ക് ഉറപ്പാണ്. ഗിവൺ താഴെ കാണാനുള്ളത് ബാഗ് 2 എന്നാവാനുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് എന്താണോ കാണാനുള്ളത് അതാണ് മുകളിൽ, സംഭവിച്ചു കഴിഞ്ഞത് താഴെ. മനസ്സിലായോ? ഇനി ഇതല്ലേ കാണാനുള്ളത്. അപ്പോൾ ഇത്രയും എഴുതി വെക്കൂ. എഴുതി വെച്ച് കഴിഞ്ഞെങ്കിൽ ലൈക്ക് അടിക്കൂ, എഴുതാത്തവർ ഡിസ്ലൈക്ക്. അഫ്സൽ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ.
അപ്പോൾ ഇതിങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ആരെങ്കിലും എഴുതാത്തില്ലല്ലോ? ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് തിയറം ഇതിനകത്ത് ഇക്വേഷനിലോട്ട് അങ്ങ് കൊടുക്കാം. ഇനി വളരെ സിമ്പിളാണ്. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? ബാഗ് 2 എന്നാവാനുള്ള സാധ്യത എന്താണ്? ഗിവൺ റെഡാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യെസ്. ഇനി ഇതെന്ത് ചെയ്യുക? തിരിക്കുക. പി ഓഫ് റെഡ് ആവാനുള്ള സാധ്യത ഫ്രം ബാഗ് 2 ഇൻറ്റു ബാഗ് 2 സെലക്ട് ചെയ്യാനുള്ള സാധ്യത ബൈ അതിനകത്ത് ഓരോ എത്ര മൊത്തം കണ്ടീഷൻ എഴുതുക? R/E2 അത് ഒരു വട്ടം കൂടി എഴുതുക. ഇൻറ്റു പി ഓഫ് E2 പ്ലസ് ഇനി ബാഗ് 1 ആവാനുള്ള സാധ്യതയും കൂടി എഴുതുക. റെഡ് ഫ്രം ബാഗ് 1 ഇൻറ്റു ബാഗ് 1 സെലക്ട് ചെയ്യാനുള്ള ചാൻസ്. അപ്പം ഇത് അതിനകത്ത് മനസ്സിലായോ? ഇത് മനസ്സിലായവരിലേക്ക് അടിക്കൂ. മനസ്സിലായി. അപ്പം ഇത് കത്തിക്കാവുന്ന ക്വസ്റ്റ്യൻ 4 മാർക്കാണ്. ഇനി നിങ്ങൾ കാണുക, നമ്മുടെ ബോക്സ് ഇവിടെ ഒന്നുകൂടി എഴുതി വെക്കുക. 3 റെഡും 4 ബ്ലാക്കും. അപ്പം ഇനി രണ്ടാമത്തെ ബോക്സോ ഇതിനകത്ത് 5 റെഡും 6 ബ്ലാക്കും 11. 5 റെഡും 6 ബ്ലാക്കും. അപ്പോൾ ഇവിടുന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത, അതായത് പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ഇവിടുന്ന് ബാഗ് 2 ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 2. ബാഗ് 2 ആണ് റെഡ് ആവാനുള്ള സാധ്യത. എത്രയാ റെഡ് ആവാന്ന് പറഞ്ഞാൽ അവിടെ 5 റെഡ് ബോളാണ്. മൊത്തം എത്രയാ? 5 6 11ആണ്. മൊത്തം 5 + 6 എന്ന് പറഞ്ഞാൽ 11 അല്ലേ? മൊത്തം 11 ബോളുണ്ട്. അതിൽ നിന്ന് റെഡ് ആവാൻ എന്താ സാധ്യത? 5 റെഡ് ഉണ്ട്. അപ്പോൾ 5/11 ആണ്. അപ്പം അത് അതിൻ്റെ കൂടെ എഴുതി വെക്കുക. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 2. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 2. ബാഗ് 2ന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ മൊത്തം 11 ബോളാണ്. അതിൽ 5 റെഡാണ്. അപ്പോൾ 5/11 ആണ്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 2. ബാഗ് 2ന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത. ഇനി പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 1. ബാഗ് 1ന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത. ബാഗ് 1ൽ എത്ര റെഡ് ഉണ്ട്? ബാഗ് 1ൽ 3 റെഡ് ഉണ്ട്. മൊത്തം എത്ര ബോളുണ്ട്? 7 ബോളുണ്ട്. അപ്പോൾ 3/7 ആണ്. അതും എഴുതി വെക്കുക. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ കൂടെ എഴുതി വെക്കുക. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 1. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 1. അപ്പം കണ്ണും പൂട്ടി എടുത്തതാണ്. അത് ബാഗ് 1 എന്നാകാനുള്ള സാധ്യത 3/7 ആണ്. മനസ്സിലായില്ലേ? റെഡ് ഫ്രം ബാഗ് 1. ബാഗ് 1. അപ്പം നമുക്ക് എന്താ വേണ്ടത്? റെഡ് ആയിരിക്കണം. ബാഗ് 2 എന്നാവാനുള്ള സാധ്യത അതിനകത്ത്. ബാഗ് 2 സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഗിവൺ റെഡ് ആയിട്ടുണ്ട്. ബാഗ് 2 എന്നായിരിക്കണം. റെഡാണ്, പക്ഷെ അത് ബാഗ് 2 എന്നായിരിക്കാനുള്ള സാധ്യത. ബാഗ് 2 മാത്രം ഉണ്ടെങ്കിൽ റെഡ് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് 5/11. അല്ലാണ്ട് ബാഗ് 2 റെഡ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത 5/11 അല്ല. ബാഗ് 2 1 ഇവിടെ ഉണ്ട്. അതിന്ന് ബാഗ് 2 സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഗിവൺ ഈസ് റെഡ്. ഈ സാധ്യത എന്താണ്? ഇവിടെ ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ റെഡ് കിട്ടാനുള്ള സാധ്യതയാണ് R/E2. 5/11. പറഞ്ഞത് മനസ്സിലായോ? ഒരു ബാഗ് മാത്രമുള്ള സമയത്ത് റെഡ് കിട്ടാനുള്ള 2ലെയും സാധ്യതകളാണ് പറഞ്ഞത്. ഇവിടെ ഈ ബാഗ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് റെഡ് കിട്ടാനുള്ള സാധ്യത എന്താ? 3/4 ആണ്. 3/7 ആണ്. മൊത്തം 7 ബോളുണ്ട്. 3 റെഡാണ്. അപ്പോൾ ഇതിന്ന് മാത്രം റെഡ് കിട്ടാനുള്ള സാധ്യത. ഇനി ഇടുന്ന് മാത്രം റെഡ് കിട്ടാനുള്ള സാധ്യത. പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താണ്? 2 ബാഗൊന്നുകൂടി റെഡ് കിട്ടാനുള്ള സാധ്യതയാണ്. അത് തന്നെ 2 ബാഗ് ഉണ്ടാകുമ്പോൾ രണ്ടാമത്തേന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത. പറഞ്ഞത് മനസ്സിലായോ? 2 ബാഗും ഉണ്ടായിരിക്കുമ്പോൾ രണ്ടാമത്തേതിന്ന് റെഡ് കിട്ടാനുള്ളത്. റെഡാണ് രണ്ടാമത്തേതിന്ന് കിട്ടാനുള്ള സാധ്യത. അതാണ് കാണേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ വാല്യൂസ് അങ്ങ് കൊടുത്താൽ മതി. എന്താണ്? R/E2 അതിൻ്റെ വാല്യൂ കൊടുക്കുക. നമുക്ക് കിട്ടിയിട്ടുണ്ട് 5/11. അപ്പോൾ R/E2 എന്താണ്? 5/. അപ്പം ഇവിടെ എഴുതിയാൽ മതി. നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞോ? ഇതെഴുതാത്ത ആരുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇതങ്ങ് മായ്ച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഇതിൻ്റെ ബാക്കി ഇവിടെ അങ്ങോട്ട് എഴുതാം. അപ്പോൾ ബാക്കി നിങ്ങൾ ഇവിടെ വാല്യൂസ് കൊടുക്കുക. R/E2 എന്താണ്? R/E2 എന്ന് പറഞ്ഞാൽ റെഡ് ഫ്രം ബാഗ് 2 എന്ന് കിട്ടാൻ 5/11 ആണ്. ഇൻറ്റു ബാഗ് 2 സെലക്ട് ചെയ്യാനുള്ള സാധ്യത. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആകെ 2 ബാഗേ ഉള്ളൂ. രണ്ടാമത്തെ ബാഗ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ബൈ ഇനി ഇതിൻ്റെ താഴെ ബൈ അതിനകത്ത്
എന്താണ് ബൈ എഴുതിയിട്ട് ബാക്കി എഴുതും. അപ്പോൾ ഇവിടെ ബൈ എന്നില്ല, ബൈ. ഇനി വീണ്ടും നമ്മൾ എന്ത് എഴുതണം, അതൊന്നുകൂടി എഴുതണം. റെഡ് ഫ്രം 5/1 ഹാഫ് പ്ലസ് റെഡ് ഫ്രം ബാഗ് 1 കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3/7 ആണ്. 3/7 ഇൻറ്റു ബാഗ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാഫാണ്. അപ്പോൾ ഇത് ചെയ്താൽ 4 മാർക്കാണ്. 4 മാർക്കാണ്. ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ അങ്ങോട്ട് അതിനകത്ത് ചെയ്യുക. അപ്പം ഇതിനകത്ത് 5/11 ഇൻറ്റു 1/2. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ വരിക? 5/11 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 22 എന്ന് വരും മുകളിൽ. താഴെ എന്ത് വരും? 5/22. 11 2 22 പ്ലസ് എന്ത് വരും? 3/14 എന്ന് വരും. അപ്പം ഇനി ഇതെന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പോയിൻ്റ് വൈസ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടാലും മതി. അപ്പം എത്രയാണ് വരുന്നത് അതിനകത്ത്? ഇതങ്ങോട്ട് ചെയ്താൽ മതി. 5/22 എത്രയാണ് വരുന്നത് പ്രോബബിലിറ്റി? 5/22. 0.22. അതിനേക്കാളും നല്ലത് ഇതിനകത്ത് ഇങ്ങനെയാക്കി ചെയ്യുന്നതാണ്. 5/22 അവിടെ കിടന്നോട്ടെ. താഴെ ഇത് ചെയ്യുക. ഇതിനെ 5 × 14 പ്ലസ് 22 അങ്ങോട്ട് ഗുണിക്കുക. 3 × 22 അടിയിൽ അവന്മാർ ഗുണിക്കുക. 22 × 14. അപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി, അടിയിൽ കാണുന്നില്ലെങ്കിൽ. അപ്പോൾ അത് ചെയ്ത് മനസ്സിലായോ? ഇതിനെങ്ങോട്ട് ഗുണിച്ചു, ഇതിനെങ്ങോട്ട് ഗുണിച്ചു, ഇവർ തമ്മിൽ ഗുണിച്ചു അടിയിൽ. മനസ്സിലായോ? ഭിന്നസംഖ്യകൾ ഗുണിക്കുന്ന അങ്ങനെ, കൂട്ടുന്ന അങ്ങനെയാണ്. ക്രോസ് ചെയ്ത് ഗുണിക്കുക, അടിയിൽ അവർ തമ്മിൽ ഗുണിക്കുക. 5 × 14 പ്ലസ് 3 × 22 ബൈ 22 × 14. അപ്പോൾ ഇതിനകത്ത് എന്ത് വരും? ഫൈനലി അപ്പോൾ അതിനകത്ത് നമ്മൾ റിസൾട്ട് വരുന്നത്, ബാക്കി നമുക്കിവിടെ ചെയ്യുമ്പം അതിനകത്ത് വരുന്നത് അതിനകത്ത് നിന്ന് വരുന്നത് 5/22 അവിടെ അടിയിൽ മുകളിൽ നിന്നോട്ടെ. താഴെ 5/14. 5 × 14 എത്രയാണ് വരുന്നത്? 5 × 14 5 × 14 എന്ന് പറയുമ്പോൾ 70 പ്ലസ് 3 × 22 66 ഡിവൈഡഡ് ബൈ 22 × 14. അപ്പം ഇത് ചെയ്ത് വരുമ്പം 5/22 അവിടെ നിൽക്കട്ടെ. 70ഉം 66ഉം എത്രയാ? 136. 136/22 × 14. ഇനി ഭിന്നസംഖ്യകളെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ഫ്രാക്ഷൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? മുകളിലത്തത് അതുപോലെ തന്നെ നിർത്തുക, തല കുത്തി മറിക്കുക. 22 × 14 മുകളിലാക്കുക, താഴെ 136. അപ്പം ഇനി എന്ത് സംഭവിക്കും? ഇനി അങ്ങോട്ട് ഇതിൻ്റെ ആൻസർ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. 22 വെട്ടിപ്പോയി. 5 × 14/136. അപ്പം അതിനകത്ത് 14ന് 5 × 7 എന്നാക്കാം. താഴെ 136ന് അതിൻ്റെ പകുതിയാക്കാം. അപ്പം 136ൻ്റെ പകുതി 136/2. അപ്പം 68. ഇനി അപ്പോൾ 5 7 35/35/68 ആണ് ഇതിൻ്റെ ആൻസർ. 35/68. ഫൈനലി അതിൻ്റെ ആൻസർ ആ രീതിയിലാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇതതിനകത്ത് എഴുതി വെക്കൂ. അപ്പം ഇതെന്താണ്? ഗിവൻ 3 ഐഡൻറ്റിക്കൽ ബോക്സസ്. 3 ബോക്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1 2 3 ഈച്ച് കണ്ടെയ്നിങ്. അതിനകത്ത് എന്തുണ്ട്? 2 കോയിൻസ് ഉണ്ട്. ഇൻ ബോക്സ് 1 ഈച്ച് കണ്ടെയ്നിങ്, ഓരോന്നിലും എന്തുണ്ട്? 2 കോയിനാണ്. ബോക്സ് 1ൽ എന്താണ്? ബോത്ത് കോയിൻസ് ആർ ഗോൾഡ് ആണ്. ബോക്സ് 2ലോ ബോത്ത് ആർ സിൽവർ. ബോക്സ് 3ലോ 1 ഗോൾഡും 1 സിൽവറും. അങ്ങനെ എന്ത് സംഭവിച്ചു? എ പേഴ്സൺ എന്ത് ചെയ്തു? ചോസസ് എ ബോക്സ് അറ്റ് റാൻഡം. കണ്ണും പൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്? സെലക്ട് ചെയ്യാണ്. 3 എണ്ണത്തിൽ ബാഗ് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ? ഒരു കോയിൻ എടുക്കുകയാണ്. ഇഫ് ദ കോയിൻ ഈസ് എന്താണ്? നടന്നു കഴിഞ്ഞു. ഇഫ് ദ കോയിൻ ഈസ് ഓഫ് ഗോൾഡ്, കിട്ടിയ കോയിൻ എന്താണ്? ഗോൾഡ് ആണ്. അപ്പം ഇഫ് ദ കോയിൻ ഈസ് ഓഫ് ഗോൾഡ്, കിട്ടിയത് സ്വർണ്ണമാണ്. അതിനകത്ത് അടിപൊളിയാണ്. അപ്പം എന്താണ് ഇനി അതിനകത്ത് അടുത്തതുള്ളത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ്? എന്താണ് നമുക്ക് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ഇതാണ്, ദാറ്റ് ദ അതർ കോയിൻ ഇൻ ദ ബോക്സ് ഈസ് ആൾസോ ഓഫ് ദി ഗോൾഡ്. അതായത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി
ദാറ്റ് ദി അതർ കോയിൻ ഇൻ ദ ബോക്സ്, മാർച്ച് 2025 വന്നാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ദി അതർ കോയിൻ ഇൻ ദ ബോക്സ് ഈസ് ആൾസോ ഓഫ് ഗോൾഡ്? ആ ബോക്സിൽ കിടക്കുന്ന അടുത്ത കോയിനും റെഡ് ആകാനുള്ള, അടുത്ത കോയിനും ഗോൾഡ് ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അതായത് രണ്ടും, അതായത് ഒരു ബാഗിൽ നിന്ന് കണ്ണും പൂട്ടി എടുത്തിട്ട് ഗോൾഡാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇനി ആ ബാഗിലുള്ള അടുത്ത കോയിനും എന്താണ്? ഗോൾഡ് ആകുവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ബാഗിലാണ് അങ്ങനെ രണ്ട് കോയിൻ ഉള്ളത്, ഗോൾഡ് ഉള്ളത്? മനസ്സിലായോ? അതായത് അത് ഒരു ബാഗിൽ നിന്നാകാനുള്ള സാധ്യത എന്നല്ലേ ഉദ്ദേശിച്ചത്? മനസ്സിലായോ? മനസ്സിലായവർ സൗണ്ട് കേൾക്കുന്നില്ലേ? മനസ്സിലായവർ ലൈക്ക് അടിച്ച്. ക്വസ്റ്റ്യൻ മനസ്സിലായവർ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. ക്വസ്റ്റ്യൻ മനസ്സിലായവർ ലൈക്ക് അടിക്കൂ, മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇപ്പം മനസ്സിലായതിനാണ് ലൈക്ക് അടിക്കുന്നത് അല്ലേ? ഓക്കെ. അതായത് മറ്റേ കോയിനും ഗോൾഡ് ആവും. മറ്റേ കോയിനും ആ ബാഗിൽ ഇനി ഒരു ബാഗിൽ രണ്ട് കോയിനാണ്. അപ്പോൾ നിങ്ങൾ എടുത്തത് എന്താണ്? ഗോൾഡാണ്. അങ്ങനെയെങ്കിൽ ഇനി ബാക്കി എടുക്കാനുള്ള ആ ബാഗിലുള്ളതും എന്താവണം? ഗോൾഡ് ആവണം. എന്ന് പറഞ്ഞാൽ അത് ഏത് ബാഗിലെ സാധ്യതയുള്ളൂ? ഏത് ബാഗിലെ ആ സാധ്യതയുള്ളൂ? രണ്ട് ഗോൾഡുള്ള ബാഗ് ഏതാണ്? അത് ബോക്സ് 1 ആണ്. അപ്പോൾ ബോക്സ് 1 ആവാനുള്ള സാധ്യത എന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ അതർ കോയിൻ ഇൻ ദ ബോക്സ് ഈസ് ആൾസോ ഓഫ് ഗോൾഡ്? മറ്റേ ആ ബോക്സിലുള്ള അടുത്ത കോയിനും എന്താണ്? ഗോൾഡ് ആകുക എന്ന് പറഞ്ഞാൽ ആ എടുത്ത ഗോൾഡ് ബോക്സ് 1-ലല്ലേ രണ്ടും ഗോൾഡ് ഉള്ളത്? ഒന്നിലല്ലേ രണ്ടും ഗോൾഡ്? അതെ, ബോക്സ് 1 ബോത്ത് ഗോൾഡാണ്. അപ്പം ബോക്സ് 1 കിട്ടാനുള്ള സാധ്യത എന്നല്ലേ ഉദ്ദേശിച്ചത്? മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഓക്കെ. ഇനി നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. നിങ്ങളുടെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ബാഗ് സെലക്ട് ചെയ്യണം, ഈവൻറ്റുകൾ പറയണം. കിട്ടിയത് ഗോൾഡാണ്, അപ്പോൾ ജി എന്ന് ഈവൻറ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താണ് കാണാനുള്ളത്? ബാഗ് ബോക്സ് 1. അപ്പം നിങ്ങൾ ഇതിനകത്ത് B1 എന്ന് കൊടുത്തോളൂ. B1 അല്ലെങ്കിൽ ഈവൻറ്റ് 1, ബോക്സ് 1 എന്ന് നമ്മൾ കൊടുത്തു. ഈവൻറ്റ് 1, E1 B1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ B1 എന്ന് കൊടുത്തോളൂ, ഇത് B2 എന്ന് കൊടുത്തോളൂ, ബോക്സ് 2 B3 എന്ന് കൊടുത്തോളൂ, മറ്റേത് ഗോൾഡ് എന്ന് കൊടുത്തോളൂ, G. അപ്പോൾ B1 ആവാനാണ് ചോദിച്ചത്. ബോക്സ് 1 ആണ് ചോദിച്ചത്. കണ്ടീഷൻ എന്താണ്? ഗിവൺ കണ്ടീഷൻ അത് ഗോൾഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ B1 G ആണ് ഇതിനകത്ത് കാണാനുള്ളത്. അപ്പം ബേസ് തിയറി അപ്ലൈ ചെയ്യുക. ഇനി ബോക്സ് 1 കോയിൻസ് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത കാണുക. വളരെ സിമ്പിൾ അല്ലേ? മനസ്സിലായവർ, ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് അടിച്ച്. ചെയ്യാൻ പറ്റുമെന്നുള്ളവർ ലൈക്ക് അടിച്ച്. 2025 പബ്ലിക് എക്സാമിന് ഒന്നാണ് 4 മാർക്കാണ്. പറ്റില്ല, മനസ്സിലാവുന്നില്ല എന്നറിയുന്നവർ ലൈക്ക് അടിക്കൂ, ഡിസ്ലൈക്ക് അടിക്കൂ. അതിനകത്ത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഞാൻ പറഞ്ഞുതരാം, നോക്കൂ. പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഞാൻ പറഞ്ഞുതരാം. ചോദ്യം ഇതാണ്. ഇത് റീസെൻ്റ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന്, നിങ്ങളുടെ എല്ലാ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വന്നതാണ്. അപ്പോൾ അതിനകത്ത് നോക്കൂ നിങ്ങൾ. ഇവിടെ 3 ബോക്സുകളാണ്. ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3. ഇതിൽ ഗോൾഡാണ്, ഇതിൽ സിൽവറാണ്, ഇതിൽ 1 ഗോൾഡും 1 സിൽവറുമാണ്. അങ്ങനെ തന്നെയല്ലേ? 3 ബോക്സ് ഉണ്ട്. ഈച്ച് കണ്ടെയ്നിങ് 2 കോയിൻസ് ആണ് ഓരോന്നിലും. ബോക്സ് 1-ൽ 2 ഗോൾഡാണ്, ബോക്സ് 2-ൽ 2 സിൽവറാണ്, ബോക്സ് 3-ൽ 1 ഗോൾഡ് 1 സിൽവർ. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ എടുത്തത് ആദ്യം നടന്ന ഈവൻറ്റ് പറയാം. ഗിവൺ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഗിവൺ എന്താ പറയുക, നടന്ന ഈവൻറ്റ് ഓൾറെഡി സംഭവിച്ചു. ഒക്കേർഡ് ഈവൻറ്റ് എന്താണ് ഇതിനകത്ത്? നടന്ന സംഭവം ആരാ നോക്കുക? ഒക്കേർഡ് ഈവൻറ്റ് എന്താണ്? കോയിൻ ഈസ് ഗോൾഡ്. കിട്ടി, നമ്മൾ കണ്ണും പൂട്ടിയിട്ട് എടുത്തു. കണ്ണും പൂട്ടിയിട്ട് എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? കോയിൻ ഈസ് ഗോൾഡ്. കിട്ടിയത് ഗോൾഡ് കോയിനാണ്. അപ്പം കണ്ണടച്ച് അപ്പം ഇതിനകത്ത് സെലക്ഷൻ കൊള്ളാം, അടിപൊളിയാണ്. കോയിൻ ഈസ് ഗോൾഡ്, ഇതാണ് നടന്ന ഈവൻറ്റ്. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. നടന്ന ഈവൻറ്റ് കോയിൻ ഗോൾഡ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. കണ്ണും പൂട്ടി എടുത്തതാണ്, കിട്ടിക്കഴിഞ്ഞു. ഇത് മനസ്സിലായില്ലേ? ഒക്കേർഡ് ഈവൻറ്റ് കോയിൻ ഈസ് ഗോൾഡ് എന്ന്. യെസ്. ഇനി ചോദ്യം എന്താ? അപ്പം ഇവിടെ ഒക്കേർഡ് ഈവൻറ്റ് ഇതാ. എ പേഴ്സൺ ചൂസസ് എ ബോക്സ് അറ്റ് റാൻഡം
takes out a coin and if the coin is of gold, അത് ഗോൾഡ് ആണെന്ന് മനസ്സിലാക്കണം ഇംഗ്ലീഷ് വായിച്ചിട്ട്. ഇനി ചോദ്യം നോക്കുക, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദി അതർ കോയിൻ ഇൻ ദ ബോക്സ് ഈസ് ആൾസോ ഓഫ് ദ ഗോൾഡ്? ആ ബോക്സിലുള്ള മറ്റേ കോയിനും ഗോൾഡ് ആകാനുള്ള സാധ്യത എത്രയാണ് എന്നാണ്. ആ ബോക്സിലുള്ള മറ്റേ കോയിനും ഗോൾഡ് ആകാൻ, ഒരു കോയിൻ എടുത്തപ്പോൾ എന്താ ഗോൾഡാണ് എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് ബോക്സ് 3യിലും ഗോൾഡ് ഉണ്ടല്ലോ, അവിടുന്ന് ആകാം. പക്ഷേ ചോദ്യം എന്താ, അത് മറ്റേ കോയിനും ആ ബോക്സിലുള്ള മറ്റേ കോയിനും ഗോൾഡ് ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എടുത്തത് ഈ ബോക്സിൽ നിന്നാകണ്ടേ, എടുത്തത് ബോക്സ് 1 ആകാനുള്ള സാധ്യത എന്നല്ലേ ഇൻഡയറക്ട്ലി അവർ ഉദ്ദേശിച്ചത്. നിങ്ങളെ കുഴപ്പിക്കാൻ ചോദിച്ചതാണത്. മനസ്സിലായോ? ഒന്നെടുത്തു ഗോൾഡാണ്, ഇനി ആ ബോക്സിലുള്ള മറ്റേ കോയിനും ഗോൾഡ് ആകുവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അത് ബോക്സ് 1 കിട്ടാനുള്ള സാധ്യതയല്ലേ? മനസ്സിലായോ? ബോക്സ് 1 എടുക്കാനുള്ള സാധ്യതയല്ലേ അതിനകത്ത് ചോദിച്ചത്? മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലായില്ല? പറഞ്ഞ് ചോദ്യം നോക്കൂ. ചോദ്യം ശരിക്കും ഒന്നുകൂടി വായിച്ചു നോക്കൂ. ചോദ്യത്തിൽ നിങ്ങൾ ഈ പ്രോബബിലിറ്റിയുടെ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നും സംഭവങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാകണം, എന്നാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ അതിനകത്ത് ഈ ഒരു സംഭവം ലാസ്റ്റത്തെ വായിച്ച് നോക്കൂ. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? 1 ഗോൾഡാണ്, അങ്ങനെയെങ്കിൽ മറ്റതും എന്താകാനുള്ള സാധ്യത? ഗോൾഡ് ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഏതാണ്? ബോക്സ് 1 കിട്ടാനുള്ള സാധ്യതയല്ലേ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. ബോക്സ് 1 കിട്ടാനുള്ള സാധ്യത. അപ്പം അതിനകത്ത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്? ഓക്കെ. അപ്പം ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് ആദ്യത്തെ ഓരോരോ സാധ്യതകൾ കാണും. ഇനി നമുക്ക് എന്ത് കാണണം? നമ്മളോട് ചോദിച്ചത് പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ ബോക്സ് B1 എന്താണ് നടന്നത്? അത് ഗോൾഡ് കോയിനാണ്. അപ്പം അതായത് ഈ ബോക്സിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത, കാരണം ഈ ബോക്സിൽ നിന്ന് കിട്ടിയാലല്ലേ മറ്റേ കോയിന് ഗോൾഡ് ആവുക. മറ്റേ കോയിന് ഗോൾഡ് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൽ നിന്ന് ബോക്സ് 1 ഗോൾഡ് കിട്ടാനുള്ള സാധ്യത തന്നെയല്ലേ? സെയിം ആണ് സംഭവം. അത് ഇൻഡയറക്ട്ലി അവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇനി എന്ത് ചെയ്യണം? ബോക്സ് 1 ഗോൾഡ് കിട്ടാനുള്ളതാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്ന് 3 ബോക്സുകളല്ലേ, അപ്പോൾ ബോക്സ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത കാണണം. P of B1 ഈ ബോക്സ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്രയാ? 3-ൽ 1 അല്ലേ? ഈ ബോക്സ് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയോ? അതും ആകെ 3 ബാഗല്ലേ. അപ്പോൾ ഈ ബോക്സ് മാത്രം സെലക്ട് ചെയ്യാനുള്ള ബോക്സ് മാത്രം സെലക്ട് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 3-ൽ 1. ഇത് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയോ? അതും 3-ൽ 1. അപ്പോൾ ബോക്സ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത 3-ൽ 1. ഇത് മനസ്സിലായവർ അതിനകത്ത് ലൈക്ക് അടിച്ച്. നേരത്തെ ബാഗ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത 2-ൽ 1 2 ബാഗ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ബേസ് തിയർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? തിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫസ്റ്റത്തെ എന്താണ്? B1 എന്നല്ലേ, ഇതിനെ തിരിക്കണം. അപ്പോൾ B1G എന്നുള്ളത് എന്താവണം? G/B1 ആവണം. ഇൻറ്റു എന്ത് വരണം? പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1 ബൈ എന്തൊക്കെ വരും? ഇനി എല്ലാം അങ്ങോട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B2 പ്ലസ് 3 ബോക്സ് ഉള്ളതുകൊണ്ട് മൂന്നാമത്തും കൂടി വേണ്ടേ? പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് B3. അപ്പോൾ അതിനകത്ത് അത് ഞാൻ ഇവിടെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് B3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 3. അതിവിടെ വേണം, ഇവിടെ എഴുതണം. അതിനകത്ത് ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചു. മനസ്സിലായവർ ലൈക്ക് അടിച്ച്. മുകളിൽ ആ ഒരു ഇതും തിരിച്ചിട്ട് തന്നെ ഇൻറ്റു ചെയ്യുക. ബാക്കി താഴെ മൊത്തം എഴുതുക 3 ബോക്സിൻ്റെ. ഇനി നമുക്ക് കണ്ടുപിടിക്കണം നമ്മൾ ഓരോന്നായിട്ട്. ബോക്സ് 1 ഗോൾഡ് കിട്ടാൻ സാധ്യത എത്രയാ? അവിടെ 2 ഗോൾഡ് കോയിനാണ്. 2 കിട്ടാനുള്ള സാധ്യത എത്രയാ? അവിടെ 2 ഗോൾഡ് കോയിൻ ഉണ്ട്. അവിടെ നിന്ന് ഇത് കിട്ടാനുള്ള സാധ്യത എത്രയാ? ഞാൻ അതിനകത്ത് സെൻഡ് ചെയ്തോ? നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ അതിനകത്തെ ബോക്സ് 2 ഗോൾഡ് കിട്ടാനുള്ള സാധ്യത എന്താ? അവിടെ എത്ര ഗോൾഡ് ഉണ്ട്? 2. ടോട്ടൽ എത്ര ഉണ്ട്? 2.
അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 1 അവിടെ കംപ്ലീറ്റ്. അവിടെ നിന്ന് എന്തായാലും 1 ഉറപ്പാണ്, ഗോൾഡേ കിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് ഇവിടെ ഗോൾഡ് അല്ല, പ്രോബബിലിറ്റി ഓഫ് ഇവിടെ രണ്ടാമത്തേൽ എന്താ വരിക, പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഇവിടെ ഗോൾഡ് കിട്ടാനുള്ള സാധ്യത ഇല്ല. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം B2 സാധ്യത ഇല്ല, ഗോൾഡ് ഇവിടെ ഇല്ല, 0. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഇവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയോ, ഇവിടുന്ന് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഡ് കോയിനാണുള്ളത്, മൊത്തം 2 എണ്ണമാണ്. അപ്പം 1/2 ആണ് അതിനകത്ത് സാധ്യത. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് കിട്ടാനുള്ള സാധ്യതകളാണ് നിങ്ങൾ. അപ്പോൾ രണ്ടാമത്തേൽ ഗോൾഡ് കോയിൻ ഇല്ല, അപ്പോൾ അതിൽ നിന്ന് ഗോൾഡ് കിട്ടുമോ, 0 ആണ്. മനസ്സിലായോ? അപ്പം ഇതിലെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഫസ്റ്റ് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത ഓരോന്നിനും കാണുക. ആദ്യം ബോക്സ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത കാണുക, പിന്നെ ഓരോന്നിനും ഗോൾഡ് കിട്ടാനുള്ള സാധ്യത കാണുക. അപ്പോൾ ഇവിടെ ഗോൾഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, 100% ഗോൾഡ് കിട്ടുള്ളൂ. കാരണം 2 ഗോൾഡ് കോയിൻ അല്ലേ, അതിൽ നിന്ന് ഏതെടുത്താലും ഗോൾഡ് അല്ലേ കിട്ടുക. അപ്പോൾ 2/2, 2 ഗോൾഡാണ്, ബൈ ടോട്ടൽ 2 ആണ്, അപ്പോൾ 1 100%. ഇവിടെ 2 സിൽവറാണ്. ഒരിക്കലും നിങ്ങൾ എത്ര ഇനി അതിനകത്ത് തപ്പി നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് എന്ത് കിട്ടൂല, ഗോൾഡ് കിട്ടൂല. അപ്പോൾ 0 ആണ് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത, കാരണം അവിടെ ഗോൾഡ് ഇല്ല. മുകളിൽ 0 ബൈ ടോട്ടൽ 2, 0/2 എന്ന് വരും, 0. ഇനി ഇവിടെ ഗോൾഡ് കിട്ടാനുള്ള സാധ്യത, ഗോൾഡ് 1 ആണ്, മൊത്തം 2 കോയിന് 1, അപ്പോൾ ഹാഫാണ് സാധ്യത. മനസ്സിലായോ? ഗോൾഡ് കിട്ടാനുള്ള സാധ്യതകൾ ഓരോന്നിലും. ഇനി അതങ്ങോട്ട് കൊടുക്കുക, ഇനി അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം ബാഗ് 1 എത്രയാ, 1 ഇൻറ്റു ബാഗ് സെലക്ട് ചെയ്യാനുള്ള എത്രയാണ്. അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുക്കുക. ഫസ്റ്റത്തെ 1 ഇൻറ്റു 1/3 എന്ന് വരും, ബൈ ഇനി ഇവിടുത്തെ ഓരോന്ന് കൊടുക്കുക, 1 ഇൻറ്റു 1/3 പ്ലസ് അടുത്തത് എന്താണ്, ഗോൾഡ് കിട്ടൂല, അവിടെ 0 പ്ലസ് അടുത്ത എന്താ, ബാഗ് 3 1/2 ഇൻറ്റു 1/3. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഇനി അതങ്ങ് കൂട്ടി എഴുതിയാൽ മതി. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കും, കാരണം ഇത് അത്രയും അതിനകത്ത്. ഇനി ആർക്കെങ്കിലും ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 1/3 വരും, മുകളിൽ താഴെ എന്ത് വരും, 1/3 പ്ലസ് 1/3 ഇൻറ്റു 1/6 എന്ന് വരും. അതായത് ഇവിടെ ഗുണിക്കുക, 1 ഇൻറ്റു 1 2 3 6. ഇവിടെ ഒരു 1/3 ഉണ്ടാവും, അവിടെ 1/6 ഉണ്ടാവും. ഇത് 1/6 ആവും, ഇത് 1/3 ആകും, ഇത് 1/3 ആകും. അപ്പോൾ ഇങ്ങനെ വരും, 1/3 ബൈ 1/3 പ്ലസ് 1/6. അപ്പോൾ എത്രയാണ് വരിക, 1/3 മുകളിൽ നിന്നോട്ടെ, ഇതിനങ്ങോട്ട് ഗുണിക്കുക, 6 വരും, അവിടെ 3 വരും, അടിയിൽ 6 3 18 വരും. അപ്പം 1/3 ബൈ 9/18 എന്ന് വരും. ഇനി ഗുണിച്ച് തിരിച്ച് എഴുതുക, 1/3 ഇൻറ്റു 18/9 എന്ന് പറഞ്ഞ് തിരിച്ച് ഗുണിക്കുക. അപ്പോൾ ഇവിടെ 3 വെട്ടിപ്പോയി, 6 6/9 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കൊണ്ട് 2 ഇൻറ്റു 3 3 2/3 എന്ന് വരും. അപ്പോൾ 3ൽ 2 സാധ്യതയാണ് ഇതിന്ന് ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത. 3ൽ 2 ആണ് ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത. ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്, നമ്മുടെ ആൻസർ 3ൽ 2 ആണ്. അപ്പോൾ കിട്ടിയ 4 മാർക്കായി. ചെയ്ത രീതി മനസ്സിലായോ? അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എഴുതി തരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയവർ ലൈക്ക് അടിച്ച്. ഇനി ഒരു പ്രോബ്ലം കൂടി ഉണ്ട് ഇതിനകത്ത്, അതുകൂടി ചെയ്ത് കഴിഞ്ഞാലേ അതിനകത്ത് കഴിഞ്ഞു. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ഓക്കെ. അപ്പം ഇതിനകത്ത് ഇത് എഴുതി കഴിഞ്ഞോ? എഴുതൂ അതിനകത്ത് എന്താണ് 3Dയിൽ എഴുതൂ 3 identical boxes 1 and 2 3 each containing 2 coins in box 1 both coins are gold in box 2. എഴുതിയില്ലേ? ഇത് ബോക്സ് 1 ആണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായോ? ഒരു കോയിൻ എടുത്തപ്പോൾ ഗോൾഡ് കിട്ടി. എങ്ങനെയെങ്കിൽ ഇനി ബോക്സിൽ ബാക്കിയുള്ള കോയിൻ ഗോൾഡ് ആകുവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അത് ബോക്സ് 1-ലല്ലേ നടക്കുകയുള്ളൂ. മനസ്സിലായോ? കാരണം അതിലല്ലേ 2 ഗോൾഡ് ഉള്ളൂ. അപ്പോൾ ഇനി മറ്റേതും അപ്പോൾ അതുകൊണ്ട് 1 കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. അപ്പോൾ ഓക്കെ. ഇനി ഇതിനകത്ത് എഴുതി കഴിഞ്ഞല്ലോ. എഴുതി കഴിഞ്ഞവർ ലൈക്ക്, അല്ലെങ്കിൽ ഡിസ്ലൈക്ക്. എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ഇനി നിങ്ങൾ എഴുതിക്കോളൂ. ഈ കൃത്യമായിട്ട് ഇതങ്ങോട്ടേക്ക് എഴുതുക. ഓരോന്നും അതിനകത്ത് എഴുതുക. 3 ബോക്സ് ആദ്യം വരച്ചു വെക്കുക. ദിസ് ഈസ് ബോക്സ് 1, ഗോൾഡാണ്. ദിസ് ഈസ് ബോക്സ് 2, സിൽവർ. ദിസ് ഈസ് ബോക്സ് 3, ഗോൾഡ് സിൽവർ. ആദ്യം നിങ്ങൾ പറയണം ബോക്സ് സെലക്ട് ചെയ്യാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് B1 ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ബോക്സ് 1.
സെലക്ടിങ് ബോക്സ് 1. ബോക്സ് 1 സെലക്ട് ചെയ്യുക. ആകെ 3 ബോക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള സാധ്യത 3-1. ഇനി പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 2. ബോക്സ് 2 സെലക്ട് ചെയ്യാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ബോക്സ് 2. സെലക്ടിങ് ബോക്സ് 2. ബോക്സ് 2 സെലക്ട് ചെയ്യാനും സാധ്യത 1/3 ആണ്. പ്രോബബിലിറ്റി ഓഫ് B3. ബോക്സ് 3 സെലക്ട് ചെയ്യാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ബോക്സ് 3. സെലക്ടിങ് ബോക്സ് 3. ബോക്സ് 3 സെലക്ട് ചെയ്യാനുള്ള സാധ്യതയും എന്താണ്? 1/3 ആണ്. കാരണം 3-1 എപ്പോഴും സാധ്യത. 3 ബോക്സ് ഉള്ളൂ, അതിലേത് സെലക്ട് ചെയ്യാനും ഏതെങ്കിലും ഒന്നാവും 3-ൽ. ഓക്കെ. ഇനി സംഭവിച്ച ഈവൻറ്റ്, ഒക്കേർഡ് ഈവൻറ്റ് എന്താണ്? ഒക്കേർഡ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്റ്റഡ് കോയിൻ ഈസ് ഗോൾഡ്. അതാണ് സംഭവിച്ചത്. സെലക്റ്റഡ് കോയിൻ ഈസ് ഗോൾഡ്. അതിന് നമ്മൾ എന്ത് കൊടുത്തു? ജി എന്ന് കൊടുത്തു. ബ്രാക്കറ്റിൽ ജി എന്ന് എഴുതിക്കോളൂ. ഒക്കേർഡ് ഈവൻറ്റിന് നമ്മൾ ബ്രാക്കറ്റിൽ ജി എന്ന് കൊടുത്തു. ഇത് ഓക്കെ അല്ലേ? ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ദ അതർ കോയിൻ ഈസ് ആൾസോ ഗോൾഡ് ആണെന്ന്. അതായത് ദ അതർ കോയിൻ ഈസ് ആൾസോ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ബോക്സ് 1 എന്നല്ലേ ഉദ്ദേശം. നമ്മൾ ഒന്നെടുത്ത് ഗോൾഡ് കോയിൻ കിട്ടി. ഇനി ആ ബോക്സിലുള്ള മറ്റേ കോയിനും ഗോൾഡ് ആകുവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഗോൾഡ് എടുത്തു, ബാക്കി ഇനി മറ്റേതും ഗോൾഡ് ആകാനുള്ള സാധ്യത ഈ ബോക്സിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ദ അതർ കോയിൻ ഈസ് ആൾസോ ഓഫ് ഗോൾഡ്, അതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്ട്ലി അതിൻ്റെ മീനിങ് എന്താണ് അവർ ഉദ്ദേശിച്ചത്? ദ കോയിൻ ഈസ് ഫ്രം ബോക്സ് 1 എന്നല്ലേ ഉദ്ദേശിച്ചത്. ഇൻഡയറക്ട്ലി പോയിന്റ്സ് ദാറ്റ് ദ കോയിൻ ഈസ് ഫ്രം ബോക്സ് 1. indirectly points that the selected coin is from box 1. Selected coin is from box 1. ഇത് എഴുതിയത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ദ അതർ കോയിൻ ഈസ് ഓൾസോ ഗോൾഡ് ആണ്. ഒന്നെടുത്ത് ഗോൾഡ് കിട്ടി, ഇനി മറ്റേതും ഗോൾഡ് ആകുവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ അത് ബാഗ് 1 ആകുവാനുള്ള സാധ്യത എന്നല്ലേ. ദാറ്റ് ഇത് ഇൻഡയറക്ട്ലി പോയിന്റ്സ് ദാറ്റ് ദ സെലക്റ്റഡ് കോയിൻ ഈസ് ഫ്രം ബോക്സ് 1. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഇനി കാണേണ്ടത്. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞവർ ലൈക്ക് അടിക്കൂ. ഞാനത് മായ്ക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാനിതിനകത്ത് മായ്ച്ചിട്ട് ഇനി ഇതിനകത്ത് അടുത്ത എല്ലാം ഇതിനകത്ത് മായ്ക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് എന്തൊക്കെ കിട്ടാൻ? ഇനി കാണേണ്ട പ്രോബബിലിറ്റി എന്താണ്? ടു ഫൈൻഡ് നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് B1. ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഗിവൺ കണ്ടീഷൻ എന്താണ്? ഗോൾഡ് ആവും. അപ്പം പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഗോൾഡ് കോയിൻ ഫ്രം ബോക്സ് 1 ആണ് നമ്മളോട് ചോദിച്ചത്. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഗോൾഡ് കോയിൻ ഫ്രം ബോക്സ് 1. ഗോൾഡ് കോയിൻ ഫ്രം ബോക്സ് 1 അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ബോക്സ് 1 ഗിവൺ എന്താണ്? ഗോൾഡാണ്. അപ്പം അത് കാണൽ എങ്ങനെയാ? ബേസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ. ഇനി എന്ത് ചെയ്യുക? അത് തിരിച്ചിടുക. പി ഓഫ് ഗോൾഡ് എടുക്കാനുള്ള സാധ്യത ഫ്രം B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 1 എടുക്കാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 1. ഇനി താഴെയോ? താഴെ പ്രോബബിലിറ്റി അതെന്നെ ഒന്നുകൂടി ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം ബോക്സ് 1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 1 പ്ലസ് ബാക്കി എല്ലാം അതിനകത്ത് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡിന് മറ്റേ ബോക്സിൽ നിന്ന് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം ബോക്സ് 3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബോക്സ് 3. ഇനി നമ്മൾ എന്ത് കാണണം? പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം ബോക്സ് 1. ബോക്സ് 1 എന്താ? ബോക്സ് 1ൽ 2 ഗോൾഡ് കോയിനാണ്. അതിന്ന് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത എന്താ? 100% അല്ലേ. അപ്പം അപ്പോൾ PGB1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗോൾഡ് ഫ്രം ബോക്സ് 1. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗോൾഡ് ഫ്രം ബോക്സ് 1 എത്രയാണ്? 2/2 ആണ്. അങ്ങനെ 2 ഗോൾഡ് ഉണ്ട്, 2 മൊത്തം. അപ്പോൾ 1 ആണ്. 100% ചാൻസ്. ഇനി അടുത്തത് എഴുതുക. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം ബോക്സ് 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം ബോക്സ് 2
അത് അപ്പോൾ ബോക്സ് 2ലെ കണ്ടീഷൻ എന്താണ്? രണ്ടും സിൽവറാണ്. അപ്പം അവിടെ ഗോൾഡ് കിട്ടൂല. ബൈ ടോട്ടൽ ഒരു ഗോൾഡ് ബോളും ഇല്ല ടോട്ടൽ. അപ്പോൾ 0 ചാൻസ് ആണ്. അപ്പം ഇത് അതിനകത്ത് എഴുതി കഴിഞ്ഞവർ ലൈക്ക് അടിക്കൂ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും മുകളിലത്തെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ മുകളിലത്തെ വായിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതിനകത്ത് ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ കാണുള്ളത്? ബോക്സ് 3 കിട്ടാനുള്ള ഗോൾഡ് കിട്ടാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഗോൾഡ് ഫ്രം ബോക്സ് 3 അതെത്രയാ? ഗോൾഡ് അതിൽ 1. അപ്പോൾ മൂന്നാമത്തെ ബോക്സിൻ്റെ അവസ്ഥ വരച്ച് വെക്കുക. ഒരു ഗോൾഡും ഒരു സിൽവറുമാണ്. അപ്പോൾ ഗോൾഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡാണ്, ടോട്ടൽ 2 ആണ്, 1/2 ആണ്. അപ്പം അതും അതിനകത്ത് കിട്ടി. ഗോൾഡ് ഫ്രം B3 കിട്ടി. ഇനി ഇതെല്ലാം എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ വാല്യൂസ് ഇൻ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷനിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഗോൾഡ് ഫ്രം ബോക്സ് 1 എത്രയാ? 1 ആണ്. ഇൻറ്റു ബോക്സ് 1 സെലക്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആകെ 3 ബോക്സാണ്. അതിൽ നിന്ന് ബോക്സ് 1 കിട്ടാൻ 1/3 ആണ്. ബൈ ബോക്സ് അത് വീണ്ടും എഴുതുക 1 × 1/3. ഇനി രണ്ടാമത്തേൽ ബോക്സ് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത 0 ആണ്. ഇൻറ്റു 1/3. മൂന്നാമത്തേൽ ഗോൾഡ് കിട്ടാനുള്ള സാധ്യത എന്താണ്? 1/2 ഇൻറ്റു 1/3. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 1 × 1 1/3 വരും. താഴെ 1 × 1 1 1/3 വരും. പ്ലസ് 0 വരും. പ്ലസ് 1/2 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ മുകളിൽ ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ നേരെ ഗുണിക്കലാണ്. 1 × 1 1, 2 × 3 6. അപ്പോൾ ഇനി ഞാൻ മുകളിലേക്ക് എഴുതുന്നുണ്ട്, ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പം ബാക്കി വരിക 1/3 മുകളിൽ വരും. താഴെ എന്ത് വരും? 1/3 വരും. പ്ലസ് 1/6 വരും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ മതി. 1/3 താഴെ ഇതിന് 6 ഇങ്ങോട്ട് 1 × 6 പ്ലസ് 3 ഇൻറ്റു, അതായത് 1 × 3 1 × 3 ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. പിന്നെ അടിയിൽ അവർ തമ്മിൽ 3 × 6. അപ്പോൾ എന്താ വരിക? മുകളിൽ 1/3 വന്നു. ബൈ താഴെ എന്ത് വരും? അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ അത് വരുന്നത് ഇങ്ങനെയാണ്. മുകളിൽ എന്ത് വരും? 1/3 വരും. താഴെ 6 + 3 6 + 3 എന്ന് വരും. 6 + 3 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. സൂം ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അത് ചെയ്യാം. അപ്പം ഫൈനലി അതിൻ്റെ ആൻസറിലോട്ട് വരുമ്പം അതിനകത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, അപ്പം ഇനി 1/3 പ്ലസ് ഇതിൻ്റെ ബാക്കി ഞാനിവിടെ എഴുതാം. ഇതിൻ്റെ ബാക്കി വരുന്നത് 1/3 ഡിവൈഡഡ് ബൈ 6 + 3 ഡിവൈഡഡ് ബൈ 18 എന്നാണ്. അപ്പം ഇതിനകത്ത് ഇക്വേഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ വാല്യൂ, ഫൈനൽ വാല്യൂ എന്ത് ചെയ്യുക? ഫൈനൽ വാല്യൂ ഞാൻ ഇതിനകത്ത് കൊടുക്കുകയാണ്. ഫൈനൽ വാല്യൂ വരുമ്പം എത്ര വരും? ഫൈനൽ വാല്യൂ വരുമ്പോൾ ഫൈനൽ വാല്യൂ 1/3 9/18 എന്ന് വരും. രണ്ട് ഭിന്നസംഖ്യകൾ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യൽ? മുകളിലത്തത് അതുപോലെ നിർത്തുക 1/3. താഴത്തേന് എന്ത് ചെയ്യുക? തിരിച്ചിട്ട് ഗുണിക്കുക. 18/9 എന്ന് വരും. ഇനി 18നെ 9 എന്താ? 2 ആണ്. അപ്പോൾ ഇങ്ങനെ വരും 1/3 × 2 എന്ന് വരും. 18ന് 9 എത്രയാണ്? 18ൽ 2 9 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ എന്താണ്? 1 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. അടിയിൽ 3 2/3 എന്ന് കിട്ടും. അപ്പം 4 മാർക്കായി. മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇത് കംപ്ലീറ്റ് മനസ്സിലായി? സിമ്പിളാണെന്നുള്ളവർ ലൈക്ക് അടിച്ച്. സിമ്പിളാണ് കേട്ടോ, സംഗതി സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് ഉണ്ട്. 2000 എങ്ങാണ്ട് വന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതി കഴിഞ്ഞോ? ഇത് എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? എഡ്വിൻ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഇതാ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ നോക്കൂ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറ്റുന്നവർ ചെയ്ത് കാണിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ ചെയ്തുതരാം. ഇന്ന ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. എടുത്തു വെച്ചല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഇതാണ് ചോദ്യം. മാർച്ച് 2024 പബ്ലിക് എക്സാമിന് 4 മാർക്കിന് വന്നതാണ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ പറ്റിയ 7 മാർക്ക് സിമ്പിളായിട്ട് പ്രോബബിലിറ്റിയിൽ നിന്ന് അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? എന്നാൽ വിട്ടോളൂ കേട്ടോ.